തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആത്മീയ സഹോദരങ്ങൾ, ഈ സൂമിലായി പല സ്ഥലങ്ങളിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഇതുപോലെ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ വളരെ ദൂരെ നിന്നുകൊണ്ടാണ് ഈ വാക്കുകളെ പറയുന്നതെങ്കിലും വാസ്തവത്തിൽ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടും ഒരുമിച്ച് നാം ദൈവസന്നിധിയിലായിരിക്കുന്ന ആ അനുഭവിച്ചുകൊണ്ടുമാണ് ഈ വാക്കുകളെ പറയുന്നത്, നിങ്ങളോടുകൂടെ ഒരുമിച്ച് ആയിരിക്കുന്നത്. ഇതുവരെയും ശുശ്രൂഷകളെല്ലാം വളരെ ശ്രദ്ധയോടെ ഞങ്ങളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സുനോജ പറഞ്ഞതായ വാക്കുകളും റൂബി പറഞ്ഞതായ സാക്ഷ്യവുമെല്ലാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ക്രിസ്തുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നതായ നന്മകൾ, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഈ ദൈവത്തെ അറിയുവാൻ കഴിയുക എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയൊരു ഭാഗ്യം കിട്ടാതെ നാം ഈ ലോകം വിട്ടുപോകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദൈവവചനത്തിലൂടെ ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ തലകളെ ഉണക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരം നൽകി തന്നതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ തിരുസന്നിധിയിലാണല്ലോ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെടണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വ്യാപരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമായ അനുഭവങ്ങൾ തന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. നിസ്സാരനായ അടിയനെയും വിനയത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. എല്ലാ മുഖത്തോടൊന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുകയാണ്
ഒരിക്കൽ മരണം, പിന്നീട് ഒരു ന്യായവിധി. എന്നാൽ നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഒന്നിൽ നിന്നും തടുക്കുന്നില്ല, ഒന്നിൽ നിന്നും വിലക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ജീവിക്കുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ബോധിച്ചതുപോലെ എല്ലാം നടക്കുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാത്തിനും ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന്. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചുകൊണ്ടോ നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിച്ചു കൊള്ളുക. ഇല്ലേ, മനുഷ്യരുണ്ടല്ലോ, ദൈവം തന്ന ആയുസ്, ദൈവം തന്നതായ പ്രായം അടിച്ചു പൊളിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്. ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നതെല്ലാം മനുഷ്യന് അനുഭവിക്കുവാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമായി ദൈവം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദമായി ജീവിക്കാവുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ഏതിലെല്ലാം സന്തോഷം കിട്ടുമോ ആനന്ദം കിട്ടുമോ എന്ന് കരുതുന്നുവോ ആ വഴിയിലൂടെ എല്ലാം നടന്നുകൊള്ളുക എന്ന് ചിന്തിക്കുന്നതായ ആളുകൾ, പഠിപ്പിക്കുന്നതായ ആളുകൾ. ദൈവവചനവും പറയുന്നു, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ഒരറിവ് കൂടെ നിനക്കുണ്ടായിരിക്കണം, ഒരു സത്യം കൂടെ നീ മനസ്സിലാക്കണം. ഇന്നായി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. നാം എല്ലാവരും അറിയേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? ജീവിതത്തിൽ നടക്കുന്ന വഴികൾക്കെല്ലാം ഒരു ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിധിയിലേക്ക് വരുത്തും എന്ന് അറിഞ്ഞുകൊള്ളുക, ഇഷ്ടം പോലെ നടന്നുകൊള്ളുക. എന്നാൽ ഒരു ന്യായവിധിയുണ്ട് എന്ന് മറക്കരുത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു ന്യായവിധിയിലേക്ക് നാം നടക്കേണ്ടി വരും. ദൈവം വരുത്തും, എല്ലാവരെയും ദൈവം വരുത്തും. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന 4 കൂട്ടം കാര്യങ്ങളുണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ കാര്യങ്ങൾ, ഫോർ തിങ്സ് ടു ഓൾവേസ് റിമെമ്പർ. എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളാണ്. ഒരു ന്യായവിധിയുണ്ട് എന്ന് എപ്പോഴും ഓർമ്മയിലിരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നാം പലവട്ടം ഓർക്കുന്നുണ്ട്, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം നൽകുന്ന
നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്നു എന്ന്. നിഖ്യ വിശ്വാസ പ്രമാണം 2-ാം ഖണ്ഡികയിൽ നാം ഇങ്ങനെ പ്രഖ്യാപിക്കും, നാം ഇങ്ങനെ ചൊല്ലും: ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുവാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിക്കുവാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുന്ന യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിച്ചാൽ, ഈ വിശുദ്ധ ബൈബിൾ നാം ആദിയോടന്തം പരിശോധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ വേദഭാഗങ്ങളിൽ തെറ്റ് ചെയ്താൽ വിളിച്ചു ചോദിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തെറ്റ് ചെയ്താൽ വിളിച്ചു ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്: നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതി. നാം പ്രാർത്ഥനാഗീതമായി പാടുന്നുണ്ട്, അറിയാമെങ്കിൽ നമുക്കിത് പാടണം: നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതി നീ, ഏറ്റരുതേ വിധിയിൽ കടം ഓർത്തിയിടരുതേ, ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകൽ അടിയങ്ങൾക്ക് ആശ്രയം അങ്ങല്ലോ. നമുക്ക് ചേർത്ത് പാടാം. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ, ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ, ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നീതിയിൽ വിധി ചെയ്യുന്ന ന്യായാധിപനായി നമ്മെ എല്ലാവരെയും ആ ന്യായാസനത്തിന് മുമ്പാകെ വരുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്? സഭാപ്രസംഗിയുടെ പുസ്തകം തന്നെ 12-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. മനുഷ്യൻ്റെ സകല പ്രവൃത്തികളെയും സകല രഹസ്യവുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കാണ് ന്യായവിധി ലഭിക്കുന്നത്. പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായെന്ന് വായിക്കുന്നുണ്ട്. ഏതെല്ലാം പ്രവൃത്തികൾക്കാണ് ന്യായവിധി ഉണ്ടാകുന്നത്? രഹസ്യങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകും. മനുഷ്യൻ്റെ സകല രഹസ്യങ്ങൾക്കും ന്യായവിധിയുണ്ട്. 13-ാം വാക്യം നാം വായിച്ചത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക എന്നാണ്. എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയും എന്തിനു വേണ്ടിയാണിത്? എന്തിനു വേണ്ടിയാണ് ഈ വചന ശുശ്രൂഷകൾ?
എന്തിനു വേണ്ടിയാണ് സുവിശേഷ വേലകൾ? എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, നാം വായിക്കുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക. എല്ലാ മനുഷ്യരും ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അല്ല എങ്കിലും സംഭവിക്കും, ദൈവം നല്ലതും തീയതുമായ മനുഷ്യൻ്റെ സകല പ്രവൃത്തികളെയും രഹസ്യമായ പ്രവൃത്തികളെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. മനുഷ്യൻ്റെ രഹസ്യങ്ങൾക്ക് ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ രഹസ്യമായ പ്രവർത്തനങ്ങൾക്കും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ച സകല രഹസ്യങ്ങളും മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്നും വസ്തു തട്ടിയെടുക്കുവാൻ, അതിന് മാറ്റുന്നത് മുതൽ കള്ളക്കണക്ക് എഴുതിയത് മുതൽ പാലിൽ വെള്ളം ചേർത്തതുവരെ ആരുമറിയാത്തതായ കാര്യങ്ങൾ പണമുണ്ടാക്കുന്നതിന് വേണ്ടി, ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള, മനുഷ്യൻ ചെയ്തിട്ടുള്ള സകല രഹസ്യങ്ങളും ന്യായാസനത്തിനു മുമ്പാകെ കൊണ്ടുവരും. സകല രഹസ്യങ്ങൾക്കും ന്യായവിധി ഉണ്ടാകും. നമുക്ക് ആരോടെങ്കിലും വഴക്കുണ്ടോ? ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? നമ്മുടെ വൈരാഗ്യം തീർക്കുവാൻ, മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ വൈരാഗ്യം തീർക്കുവാൻ നാം ഉപയോഗിച്ചിട്ടുള്ള രഹസ്യമായ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, രഹസ്യമായ നീക്കങ്ങൾ, മറ്റൊരാളുള്ളതായ വൈരാഗ്യം തീർക്കുവാൻ നാം നീക്കിയിട്ടുള്ള നമ്മുടെ രഹസ്യമായ നീക്കങ്ങൾ വല്ലതുമുണ്ടോ? ന്യായവിധിയുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വയനാട്ടിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞങ്ങളവിടെ കടന്നു ചെന്ന ആദ്യകാലം മുതൽ, ഏറ്റവും ചെന്ന അന്നു മുതൽ ഞങ്ങൾ പരിചയപ്പെട്ടുള്ളതായ ഒരു കുടുംബമാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ റൂബിയുടെ കുടുംബം, ബിനോഷിൻ്റെ കുടുംബം. അതുപോലെ പ്രാർത്ഥിച്ചതായ ജോളി ചേച്ചി, വചനം കേട്ട് മാനസാന്തരപ്പെട്ടു വന്നതായ ഒരു സഹോദരി ഞങ്ങളോട് പറയുകയുണ്ടായി, അമ്മായിയമ്മയോട് വളരെ ഭയങ്കര ദേഷ്യമാണ്, എങ്ങനെയെല്ലാം ഉപദ്രവിക്കണമോ അതുപോലെയെല്ലാം ഉപദ്രവിക്കണം. വീട്ടിൽ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ, അമ്മായിയമ്മയ്ക്ക് കറി വിളമ്പുമ്പോൾ അല്പം ഉപ്പങ്ങ് വാരിയിടും. ആരും കാണില്ല, ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ വൈരാഗ്യം തീർക്കാൻ ആരും കാണാതെ, ആരും അറിയാതെ ചെയ്യുന്നതായ രഹസ്യ പ്രവൃത്തികൾ, ഇതിനെല്ലാം ന്യായവിധിയുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജഡീക വികാരങ്ങളുടെ ശമനത്തിനു വേണ്ടി നാം അവലംബിച്ചിട്ടുള്ളതായ രഹസ്യ മാർഗങ്ങൾ, രഹസ്യമായ കാര്യങ്ങൾ എല്ലാത്തിനും ദൈവം ന്യായവിധിക്കുന്നൊരു ദിവസമുണ്ട്. മനുഷ്യൻ്റെ രഹസ്യങ്ങൾക്ക് ന്യായവിധിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്യനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. നിസ്സാര വാക്കാണെങ്കിലും, സാരമില്ല എന്ന് നാം കരുതുന്നുവെങ്കിലും, മനുഷ്യൻ്റെ വാക്കുകൾ, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാൻ,
കളിയാക്കുവാൻ, ഒറ്റപ്പെടുത്തുവാൻ മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും വില കുറച്ചുകൊണ്ടാണോ, പുച്ഛിച്ചുകൊണ്ടാണോ മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണക്ക് പറയേണ്ടി വരുമെന്ന്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ചില വാക്യങ്ങൾ. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറഞ്ഞ പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. വായിച്ചു. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയിടാത്തവ ഒന്നും വരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യക്തവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അടിസ്ഥാന കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. വ്യർത്ഥവാക്കുകളാൽ, വ്യർത്ഥവാക്ക്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, വലിയൊരു പട്ടിക പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ നിസ്സാരമായി നാം കാണരുത്, നിസ്സാരമായി നാം കരുതരുത്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനുഷ്യൻ്റെ രഹസ്യങ്ങൾക്ക് ന്യായവിധിയുണ്ട്, വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. 3-ാമത്തെ കാര്യം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നല്ലതായ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ട്. അത് പ്രതിഫലത്തിന് വേണ്ടി സ്ഥാപിക്കുന്ന ഒരു ന്യായാസനമുണ്ട്. കർത്താവിന് മടങ്ങിവരവെങ്കിൽ സഭാ മധ്യാകാശത്ത് ചേർക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാരെല്ലാം കൂടെ സമ്മേളിക്കുന്ന ആ മഹാസമ്മേളനത്തിൽ താതൻ പേര് വിളിച്ച് നാം ചെയ്ത നല്ല പ്രവൃത്തികൾക്കെല്ലാം, നാം ചെയ്ത സൽക്രിയകൾക്കെല്ലാം, മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കെല്ലാം കർത്താവിന് വേല ചെയ്തതിനും ആത്മാക്കളെ നേടിയതിനും കർത്താവിൻ്റെ നാമത്തിൽ നിന്നയേറ്റതിനും ദുഷിയേറ്റതിനും ഉപദ്രവിക്കപ്പെട്ടതിനും പീഡിപ്പിക്കപ്പെട്ടതിനുമെല്ലാം വിളങ്ങുന്ന കിരീടങ്ങളായി നമുക്ക് പ്രതിഫലം തരുന്നത് ഒരു ദിവസമുണ്ട്. താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടം കിരീടങ്ങളായി. ഈ ഭൂമിയിൽ നിന്ന് ഏൽക്കുമ്പോൾ, കഷ്ടം സഹിക്കുമ്പോൾ, പരിഹാസമേൽക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, രക്തസാക്ഷികളായി മാറുമ്പോൾ, പിതാക്കന്മാരെന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചു, എന്തെല്ലാം കഷ്ടതകളേറ്റു. തീയാൽ വെണ്ണീറായവരുണ്ട്, വാളിനാൽ തുണ്ടം തുണ്ടമായി വെട്ടപ്പെട്ടവരുണ്ട്, ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടവരുണ്ട്, ജീവനോട് തൊലി വിരിഞ്ഞ രക്തസാക്ഷികളായി മരണം വരിച്ചവരുണ്ട്. എന്തെല്ലാം പീഡനങ്ങൾ, രക്തം വാർന്ന് മരിച്ചവരുണ്ട്, കല്ലേറേറ്റ് കൊല്ലപ്പെട്ടവരുണ്ട്. എന്നാൽ അതിനു മുമ്പിൽ പിതാക്കന്മാർ പതറിയില്ല. കാരണം അവരുടെ ഉൾക്കണ്ണ് തുറന്നുകൊണ്ട് അവരൊരു കാഴ്ച കണ്ടിരുന്നു. എന്നാണ് അവർ കാണേണ്ടത്? കിരീടങ്ങൾ മെടഞ്ഞത് നിരനിരയായിട്ടിരിക്കുന്നതായ കാഴ്ച. മുടികൾ മുടഞ്ഞോട്ടി തകിടും ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോർ ആചാര്യർക്കവ ചൂടിയിടും. കിരീടങ്ങൾ മെടഞ്ഞിരിക്കുന്നവർ കണ്ടു. നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അതാണ് ന്യായവിധി. വിശുദ്ധന്മാരെ ന്യായം വിധിക്കുവാൻ മധ്യാകാശത്ത് സ്ഥാപിക്കുന്നതായ സിംഹാസനം. അവിടെ നാം കർത്താവിന് വേണ്ടി ഓടിയതിനും പ്രവർത്തിച്ചതിനുമെല്ലാം
നമുക്ക് പ്രതിഫലം തരുന്നതായ സമയമാണ്. അതാണ് നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തത്വണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നല്ലത് ചെയ്താൽ പ്രതിഫലമുണ്ട്, തീയത് ചെയ്താൽ ന്യായവിധിയുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യെരമ്യാ 32:19. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യന്റെ എല്ലാ വഴികളിലുമേലും ദൃഷ്ടി വയ്ക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾക്കെല്ലാം പകരം കൊടുക്കാൻ, മനുഷ്യന്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കണ്ണുണ്ട് എന്ന്, ദൈവം എല്ലാം കാണുന്നുണ്ട് എന്ന്, സകലവും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. സഭാപ്രസംഗി 12:14 നാം വായിച്ചതാണ്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കെല്ലാം ന്യായവിധിയുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ, മനുഷ്യൻ ചെയ്യുന്നതായ പ്രവൃത്തികൾ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഓർക്കണം. മനുഷ്യൻ്റെ പാപം മൂലമാണ് ഈ ഭൂമി ശപിക്കപ്പെട്ടത്. ദൈവം സൃഷ്ടിച്ചതായി ഭൂമി നല്ലത് എന്ന് കണ്ട് ദൈവം സന്തോഷിച്ചതായി ഭൂമി, ദൈവം അനുഗ്രഹിച്ചതായി ഭൂമി, എല്ലാവിധ അനുഗ്രഹങ്ങളും പകർന്നതായി ഭൂമി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ ഭൂമി എങ്ങനെ ശപിക്കപ്പെട്ടതായി മാറി. ദൈവം സൃഷ്ടിച്ചു നല്ലതെന്ന് കണ്ടതായ ഭൂമി, ദൈവം നല്ലത് എന്ന് കണ്ട് സന്തോഷിച്ചതായ ഭൂമി, ദൈവം സന്തോഷത്തോടെ അനുഗ്രഹിച്ചതായ ഭൂമി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിറഞ്ഞു നിന്നതായി ഭൂമി എങ്ങനെ ശപിക്കപ്പെട്ടതായി. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി പ്രാപിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ശപിക്കപ്പെട്ട ഭൂമി, ശാപത്തിൻ്റെ ഫലമായി മനുഷ്യന് നേരിടേണ്ടി വന്നവ. മനുഷ്യൻ്റെ പാപം മൂലം ഭൂമി ശപിക്കപ്പെട്ടു. മാത്രമല്ല, ഈ മനുഷ്യൻ ഭൂമിയിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അത് ഭൂമിയുടെ മേൽ ഭാരമായിത്തീരുന്നു. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ഭൂമി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ പാപം ഭൂമിയുടെ മേൽ ഭാരമായിത്തീരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 17 മുതലുള്ളതായ ചില വാക്യങ്ങൾ. ഭൂവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് വേറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലേക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടിപൊടി പൊട്ടുന്നു, ഭൂമി കെറുകരെ കീറുന്നു, ഭൂമി കിടുകിട കിടങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല.
ഭൂമിയിൽ മനുഷ്യൻ്റെ അകൃത്യം ഭൂമിയുടെ മേൽ ഭാരമായിരിക്കുന്നു. അതിൻ്റെ ഫലമായി എന്തെല്ലാം സംഭവിക്കും? ഉയരത്തിലെ കിളിവാതിലുകൾ തുറക്കും. പേടിയും കുഴിയും കണിയും മനുഷ്യന് നേരിടും. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധത്തിൽ മനുഷ്യനാകുമെന്ന്. പേടി, ഭയം, എല്ലായിടത്തും ഭീതിയല്ലേ? ഭയം. മനുഷ്യൻ ഭയപ്പെടുകയാണ്. മനുഷ്യൻ ഭയത്തിൻ്റെ അടിമയാവുകയാണ്. അതുവരെ മനുഷ്യനിൽ ഭയം എന്നുള്ളതും ഉണ്ടായിരുന്നില്ല. ആദാമിന് ഭയപ്പെടേണ്ട ഒന്നുമില്ല, ഒന്നും ഭയപ്പെടാനില്ലായിരുന്നു. പാപം ചെയ്തപ്പോൾ അവൻ ഭയപ്പെട്ട് ഓടി ഒളിക്കേണ്ടി വന്നു. ഭയം, പേടിയും കുഴിയും കണിയും. മനുഷ്യനോരോ കുഴികളിൽ വീഴുന്നു, ഓരോ അനർത്ഥങ്ങളിൽ വീഴുന്നു, പെട്ടുപോകുന്നു. ഓരോ രംഗങ്ങളിലും അനർത്ഥങ്ങളിൽ വീണുപോകുന്നു, കുഴിയിൽ വീണുപോകുന്നു, പെട്ടുപോകുന്നു. പേടി കേട്ട് ഓടുന്നവൻ കുഴിയിൽ വീഴും. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കയറിയാൽ കെണിയിൽപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ, മുന്നോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ലാത്തതുപോലെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന്. തീർന്നില്ല, ഉയരത്തിലെ കിളിവാതിലുകൾ തുറക്കും. എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ മേൽ ശിക്ഷ വരുന്നതിന് വേണ്ടി. ഉയരത്തിലെ കിളിവാതിൽ തുറന്ന് മനുഷ്യൻ്റെ മേൽ അനർത്ഥങ്ങൾ വരുമെന്ന്. രോഗങ്ങൾ വരും, കെടുതികൾ വരും, കഷ്ടതകൾ വരും. ഉയരത്തിലെ കിളിവാതിലുകൾ മനുഷ്യൻ്റെ മേൽ ദോഷം പകരുന്നതിന് വേണ്ടി തുറക്കപ്പെടുമെന്ന്. ഈ വർഷവുമൊക്കെ അതിൻ്റേതായ ഫലമായി മനുഷ്യന് സംഭവിക്കുന്നു. അന്ന് നോഹയുടെ കാലത്ത് ഉയരത്തിലെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവുകളും തുറന്നു. കാരണം ദൈവം ഈ ഭൂമി വെള്ളത്താൽ ശപിക്കപ്പെട്ട് കിടന്നതായി ഭൂമിയെ ദൈവം ആ വെള്ളം മാറ്റിയാണ് പാർപ്പിന് തക്കവണ്ണം ഈ ഭൂമിയെ ദൈവം രൂപപ്പെടുത്തുന്നത്. 31-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നുണ്ട്, ലൂസിഫറിൻ്റെ പാപത്താൽ ഈ ഭൂമിയെ ശൂന്യമാക്കപ്പെട്ടു പോയിരുന്നു. വെള്ളം കൊണ്ട് മൂടി, ഇരുളുകൊണ്ട് കവർ ചെയ്യപ്പെട്ട് ഏതോ ഒരു സ്ഥാനത്ത് അതിൻ്റെ ആ ഭ്രമണപഥത്തിൽ നിന്നും ദൈവം അതിനെ നിർത്തിയതായ സ്ഥാനത്ത് നിന്നും 114 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോഴും കാണുന്നുണ്ട്. എനിക്ക് പോകുന്നില്ല. ലൂസിഫറിൻ്റെ പാപത്താൽ ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്ന ഒരു കാലമുണ്ട്. അതിനെ ദൈവം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി വെച്ചു. അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അതിനെ ഇളക്കി ഏതോ ഒരു അജ്ഞാത സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെയാണ് തിരുവനന്തപുരം വായിക്കുന്നത്. ദൈവം അതിനെ ഒരു അജ്ഞാത സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. ഇരുളുകൊണ്ട് മൂടി. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോർത്തിച്ചു കൊണ്ടിരുന്നു. ആ ഭൂമിയെയാണ് ദൈവം വീണ്ടെടുത്ത് ഇന്ന് ദൈവം അതിനെ നിർത്തിയിരിക്കുന്ന വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും എല്ലാം ഉള്ളതായ, ആണ്ടുകളും ദിവസങ്ങളും എല്ലാം ഉള്ളതായ ഈ ഭ്രമണപഥത്തിൽ ഇന്ന് ഈ ഭൂമി ആക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ദൈവം ആ ഭൂമിയിലെ വെള്ളത്തെ മാറ്റുമ്പോൾ കീഴെയുള്ള വെള്ളമെന്നും മുകളിലുള്ള വെള്ളമെന്നും രണ്ടാക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ കീഴെ വെള്ളമുണ്ട്, ഭൂമിയുടെ കീഴെ വെള്ളമുണ്ട്, മുകളിൽ വെള്ളമുണ്ട്. ഉയരത്തിലെ കിളിവാതിൽ തുറന്നു. നോഹയുടെ കാലത്ത് അങ്ങനെയാണ് വായിക്കുന്നത്. വാക്കിയെടുത്ത് വായിക്കാൻ സമയം എടുക്കുന്നില്ല. ഉയരത്തിലെ കിഴിവാതിൽ തുറന്നു, മുകളിൽ നിന്ന് മഴ പെയ്തു. ആഴികളുടെ ഉറവുകൾ തുറന്നു, കീഴെയുള്ള വെള്ളവും വന്നു. ഭൂമി മുഴുവൻ വെള്ളത്താൽ നശിച്ചു. ഉയരത്തിലെ കിളിവാതിലുകൾ തുറക്കുന്നു. തീർന്നില്ല,
വീണ്ടും നാം കാണുന്നത് എന്താണ്? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, മനുഷ്യൻ ഭയപ്പെടുന്നു, ഭീതിപ്പെടുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കീറുന്നു, ഭൂമി കിടുകിടെ കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിൻ്റെ മേലിൽ ഭാരമായിരിക്കുന്നു. ഞാൻ വിരിപ്പാൻ സമയം എടുക്കുന്നില്ല. ഇന്ന് ഭയപ്പെടുത്തുന്നതായ കാര്യങ്ങൾ സുനോജ് സാക്ഷ്യം പറഞ്ഞു. സുനോജിൻ്റെയൊക്കെ വീട് വയനാട്ടിൽ അമ്പലോല പ്രദേശത്താണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ ശബ്ദങ്ങളുണ്ടാകുന്നു. മനുഷ്യൻ ഭയപ്പെട്ട് കഴിയുന്നു. എന്ത് ഭവിക്കാൻ പോകുന്നു എന്നറിയാതെ മനുഷ്യൻ ഭയപ്പെട്ട് കഴിയുന്നു. അവസാന കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ, അന്ന് യേശു ഒലിവുമലയിൽ തനിച്ച് ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഒരു 3 ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. കർത്താവേ, യെരുശലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു പോകുമെന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നിന്റെ മടങ്ങി വരവിന് മുമ്പ് ഈ ഭൂമിയിൽ എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാകും? ലോകാവസാനത്തിന് മുമ്പ്, ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അടയാളങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ വായിക്കാൻ സമയമെടുക്കുന്നില്ല, ശിഷ്യന്മാർ ചോദിക്കുന്നതായി ഈ 3 ചോദ്യങ്ങൾക്ക് കർത്താവ് വളരെ ദീർഘമായൊരു മറുപടി നൽകുന്നുണ്ട്. 24-ാം അധ്യായം മുഴുവനും 25-ാം അധ്യായം മുഴുവനും 2 അധ്യായങ്ങൾ മുഴുവൻ ശിഷ്യന്മാർ ചോദിച്ചതായ ഈ 3 ചോദ്യങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതായ മറുപടിയാണ്. നാം ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നാം അമ്പരന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര കാര്യങ്ങൾ. കടലിൻ്റെ ഓളങ്ങളാൽ മനുഷ്യൻ ഭയപ്പെടുമെന്ന് ഭയങ്കരമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നു. നാം ഒരുവിധം ഈ കോവിഡ് മഹാമാരി എന്ന ആ വലിയ ബാധയിൽ നിന്ന്, ആ മഹാവ്യാധിയിൽ നിന്ന് ഒരുവിധം അങ്ങ് മുന്നോട്ട് വന്നേ ഉള്ളൂ. പേടിയേട്ട് ഓടുന്നവൻ കുഴിയിൽ വീഴുന്നു, കുഴിയിൽ വീഴുന്നവൻ കഴിയിലകപ്പെടും. ഭൂവാസിയെ, പേടിയും കണിയും കുഴിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഞാനിതാരെയും വിധിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണമെന്ന്. എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവരായി നാം മാറണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട്, ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട്, ഞാനിപ്പോൾ അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളവിടെ കൂടിയിരിക്കുന്നത് ദുബായിയുടെ മണ്ണിലാണ്. നാട്ടിൽ, കേരളത്തിൽ അവിടെ ഇവിടെയായി ഇരിക്കുന്നവരുണ്ട്. ഇവിടെ അമേരിക്കയുടെ അറ്റ്ലാന്റയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. നാം പല സ്ഥലങ്ങളിലായിരിക്കുന്നു. ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഞാനും നിങ്ങൾ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ പാപം, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ്, നാം ജീവിക്കുന്ന ദേശം നമ്മുടെ പാപത്താൽ ശാപഗ്രസ്തമായി തീരുമെന്ന്. നമ്മുടെ ഭവനത്തിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുമ്പോൾ, നാം പാപം ചെയ്യുന്ന പാപത്തിന് സാക്ഷ്യം വഹിക്കുന്ന ചുവരിലെ കല്ല് നിലവിളിക്കുമെന്ന്. അങ്ങനെയാണ് ഇതിന് വായിക്കുന്നത്. ഞാൻ വാക്യമെടുത്ത് വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അങ്ങനെയാണ് കാണുന്നത്. നാം പാപം ചെയ്യുമ്പോൾ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ്, ഭൂമി ശപിക്കപ്പെട്ടതായി തീരും. നമ്മുടെ പാപത്തിന് സാക്ഷ്യം വഹിക്കുന്ന ചുവരിലെ കല്ല് നിലവിളിക്കാനിടയാകും. നമ്മുടെ പാപത്തിന് സാക്ഷ്യം വഹിക്കുന്ന മരപ്പണികളുണ്ട്, ഫർണിച്ചേഴ്സുണ്ട്. ആ ഫർണിച്ചേഴ്സ് നിലവിളിക്കുമെന്ന്.
അത് ഉത്തരം പറയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം പാപത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ഭൂമിയിൽ ശിക്ഷയുണ്ടാകും. മനുഷ്യൻ്റെ പാപങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യനെ പിടികൂടും. അതിന് ദോഷം ഈ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യൻ നേരിടേണ്ടി വന്നേക്കാം. തീർന്നില്ല. ഈ ഭൂമിയിൽ വെച്ച് നേരിടുന്നത് കൊണ്ട് അത് തീർന്നില്ല, അത് തീരുന്നില്ല. മരണത്തിന് അപ്പുറത്ത് ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആ ന്യായവിധിയിൽ മനുഷ്യൻ്റെ സകല പാപങ്ങളെയും ദൈവം വരുത്തുമെന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നതായ പേര് ഓർമ്മയുടെ പുസ്തകം എന്നാണ്. ഓർമ്മയുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും അവൻ ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു എന്ന് വായിക്കാം. യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഓർമ്മയുടെ പുസ്തകം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പുസ്തകങ്ങൾ ന്യായവിസ്താര സഭ ഇരുന്നു. ദാനിയേൽ പ്രവാചകൻ വരാൻ പോകുന്നതായ കാര്യങ്ങൾ നോക്കി കാണുകയാണ്. ആ ന്യായവിസ്താര സഭ ഇരിക്കുന്ന രംഗം ദാനിയേലിൻ്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം പഠിക്കുമ്പോൾ നാം അമ്പരന്ന് പോകും. പഠിച്ചത് വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പറയട്ടെ, ദൈവവചനം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നാം പാഴാക്കരുത്. ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയല്ലേ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമെല്ലാം നാം പഠിക്കുമ്പോൾ ഈ ന്യായവിസ്താര സഭയിരിക്കുന്നതായ രംഗം പ്രവാചകൻ കാണുകയാണ്. ഒരഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ നേരെ നോക്കി. കൊമ്പ് സംസാരിച്ച വലിയ ശബ്ദത്തിൽ, വലിയ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് പോലെ ഉച്ചത്തിൽ എല്ലാം വിളിച്ചു പറയുമെന്ന്. അറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. കൊമ്പ് സംസാരിക്കുന്നത് പോലെ ഉച്ചഭാഷണിയിലൂടെ ഇതെല്ലാം വിളിച്ചു പറയുന്ന ദിവസമുണ്ട് എന്ന്. പുസ്തകങ്ങളെല്ലാം തുറക്കും. വിടർത്തപ്പെടുന്നതായ പുസ്തകങ്ങളുണ്ട്. അത് ഒരു പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം. നാം ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളും എല്ലാം അവൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഈ വാക്യം വെച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ കളിയാക്കിയ കാലങ്ങളുണ്ട്. ദൈവവചനത്തെ പുച്ഛിച്ചു തള്ളിയതായ കാലങ്ങളുണ്ട്. ഇതൊക്കെ എഴുതി വയ്ക്കാൻ സ്വർഗത്തിൽ മഷിയും പേനയും ഉണ്ടോ എന്ന് ചോദിച്ച് പരിഹസിച്ച മനുഷ്യനുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുന്ന കാലം മുതൽ അവൻ പറയുന്നതായ കാര്യങ്ങളെല്ലാം എഴുതി വച്ചാലും ആ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് സൂക്ഷിക്കുക? നിസ്സാര വാക്ക് വരെ അതിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം എവിടെയാണ് സൂക്ഷിക്കുക? പരിഹസിച്ച മനുഷ്യനുണ്ട്. എന്നാൽ
ദൈവം മനുഷ്യന് കൊടുത്ത അല്പബുദ്ധി. ഒരല്പബുദ്ധിയെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളൂ. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചത് ജ്ഞാനസമ്പൂർണരായിട്ടാണ്. എന്നാൽ മനുഷ്യന് ഒരല്പം ബുദ്ധിയെ ദൈവം കൊടുത്തിട്ടുള്ളൂ. അല്പബുദ്ധി. ആ അല്പബുദ്ധി, അതിൽ ദൈവത്തെ പോലും ഉൾക്കൊള്ളാനുള്ള ബ്രെയിൻ ദൈവം മനുഷ്യന് കൊടുത്തില്ല. ദൈവത്തെ മുഴുവൻ അങ്ങ് പഠിക്കാനുള്ള ബുദ്ധി ദൈവം മനുഷ്യന് കൊടുത്തില്ല. അല്പബുദ്ധി. അപ്പോൾ ഈ മനുഷ്യൻ്റെ അല്പബുദ്ധി രൂപപ്പെട്ടു വന്നു. ഇന്ന് മനുഷ്യൻ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. ടേപ്പ് ചെയ്ത് വയ്ക്കാനുള്ളതായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. പിന്നീട് ഹാർഡ് ഡിസ്കുകൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ മെമ്മറി കാർഡ്, ഇനിയും അതിനേക്കാളും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ. മനുഷ്യൻ പറയുന്നതെല്ലാം, ഈ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം അത് ഈ വായുവിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. അത് മനുഷ്യൻ്റെ ചെവികൾക്ക് കേൾക്കത്തക്കവണ്ണം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നൊക്കെയും പറയുന്നുണ്ട്. നമ്മൾ ഓർക്കണം, സർവജ്ഞാനിയായ ദൈവം, ഇതെല്ലാം ദൈവത്തിന് കഴിയുകയില്ലേ? മനുഷ്യൻ്റെ ശരീരം മണ്ണിലടക്കം ചെയ്യും. അത് മണ്ണിൽ അലിഞ്ഞ് ഇല്ലാതെയായിത്തീരും. എന്നാൽ ശരീരത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ക്രോമോസോമുകൾ. ഈ ക്രോമോസോമുകൾ, ഒരു മനുഷ്യൻ്റെ ക്രോമോസോം, അത് ആ മനുഷ്യൻ്റെ ജീവിതകാലത്തുള്ള മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട് എന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചതായ കാര്യങ്ങളാണ്. ഓർക്കണം, ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ ആ കമ്പ്യൂട്ടറിൽ ന്യായവിസ്താരത്തിനിരിക്കുമ്പോൾ, ഓർക്കണം, ഒരു ചെറിയ കാര്യം വിസ്തരിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം മീഡിയാസാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്, ആ തെളിവുകളെല്ലാം കാണിക്കാനൊക്കെ ആയിട്ട്. എന്നാൽ അവിടെ ആ ഡ്രൈവിൽ അതങ്ങ് ഇടുമ്പോൾ ഓരോ മനുഷ്യനെയും കൊണ്ടുപോകുന്ന അവൻ്റെ ക്രോമോസോം എന്താണെന്ന് നമുക്കറിയില്ല. ഓരോരുത്തരും അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ മുഴുവനും ഞാനും നിങ്ങളും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, സങ്കീർത്തനക്കാരനാണ് അങ്ങനെയാണ് പറയുന്നത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ ഒരു വാൽമാക്രിയെ പോലെ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ആ നാൾ മുതൽ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ മുതൽ നീ എന്നെ അറിഞ്ഞു എന്ന്, നീ എൻ്റെ എല്ലാ വഴികളെയും അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എൻ്റെ ദൈവമേ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു എന്ന്. 139 സങ്കീർത്തനം നാം അങ്ങനെയാണ് വായിക്കുന്നത്. 139 സങ്കീർത്തനം 6-ാം വാക്യം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. ഞാൻ ഈ പരിജ്ഞാനം, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ ഒരറിവ്, ഈ പരിജ്ഞാനം, അത് എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു എന്ന്. അവൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എൻ്റെ ബ്രെയിനിലൊന്നും ഇത് പിടികിട്ടാൻ പോലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതുപോലെ അത്ര ഉന്നതമായിരിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുന്നുണ്ട്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നിരൂപണമെല്ലാം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല, നീ എല്ലാം കാണുന്നു. എൻ്റെ ദൈവമെല്ലാം അറിയുന്നു, അവൻ കാണാത്തതായി ഒന്നും ഇല്ല. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു, അതെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അവൻ എങ്ങനെ എഴുതിയിരിക്കുന്നു, അതല്ല എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, അതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും നമ്മുടെ അറിവിൽ നിൽക്കുന്നതായ കാര്യങ്ങളാണ് അല്ല. ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതായ കാര്യങ്ങളല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ജീവിക്കാൻ നമുക്ക് ആയുസ് തന്നു.
ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ കഴിവ് തന്നു. നമുക്ക് പ്രവർത്തിക്കാൻ തക്കവണ്ണം, ചലിപ്പിക്കാൻ തക്കവണ്ണം, എന്ത് ജോലിയും ചെയ്യാൻ തക്കവണ്ണം ആരോഗ്യമുള്ള കൈകളെ തന്നു. എല്ലാം കാണാൻ തക്കവണ്ണം കാഴ്ചയുള്ള കണ്ണുകളെ തന്നു. എല്ലാം കേൾക്കാൻ തക്കവണ്ണം കേൾവിയുള്ള ചെവികളെ തന്നു. എവിടെയും നടക്കാൻ തക്കവണ്ണം കാലുകളെ തന്നു. സംസാരിപ്പാൻ തക്കവണ്ണം എന്ത് പറഞ്ഞു തോന്നുന്നുവോ അതെല്ലാം പറയാൻ തക്കവണ്ണം നാവുകളെ തന്നു. സംസാരിപ്പാൻ കഴിവ് തന്നു. ഇഷ്ടം പോലെ നടന്നുകൊള്ളുക, ബോധിച്ചതുപോലെ നടന്നുകൊള്ളുക. ജീവിക്കാൻ ദൈവം തന്നതായ ആയുസ്, ജീവിക്കാൻ ദൈവം തന്നതായ ആരോഗ്യം, ദൈവം തന്നതായ കഴിവ്, ദൈവം തന്നതായ പണം, ദൈവം തന്നതായ സാഹചര്യങ്ങൾ, ദൈവം തന്നതായ ഓരോന്നും ദൈവത്തിന് ഇഷ്ടമായി നാം നിന്നില്ല എങ്കിൽ, നമുക്ക് തോന്നിയതുപോലെ നാം നടന്നാൽ, ദൈവം തന്ന ഈ കഴിവുകൾ അതെല്ലാം ദൈവേഷ്ടത്തിന് വിരോധമായി പ്രവർത്തിച്ച് ന്യായവിധിയും ശിക്ഷാവിധിയും മേടിച്ച് നാം നശിച്ചു പോകുന്നവരായി തീരുവാൻ ഒരിക്കലും ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ന്യായവിധിയിലായി തീരാനിടവരരുത്. പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ന്യായാധിപതേ, അങ്ങേക്ക് അനിശം ചേർത്ത കടത്താൽ എൻ്റെ തല താഴരുതേ വിധികേഹേ. ഞാൻ 1000 പേർ ഇരുന്ന 10,000 പേരായിരിക്കുന്ന ആ സിംഹാസനത്തിന് മുമ്പിലിരിക്കുമ്പോൾ കൊമ്പ് സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കുക, എല്ലാം വിളിച്ചു പറയുമ്പോൾ, ആ വിധിഗ്രഹത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ തല താണുപോകാനിടവരരുതേ. ന്യായാധിപതേ, അങ്ങയെ കോപിപ്പിച്ചുകൊണ്ട്, അങ്ങയെ വേദനിപ്പിച്ചുകൊണ്ട്, അങ്ങേക്ക് അനിശം ചേർത്ത കടത്താൽ, അങ്ങേക്ക് കോപം വരുത്തിയ എൻ്റെ പാപങ്ങളാൽ എൻ്റെ തല താണുപോകാനിടയാകരുത്. അറിയാമെങ്കിൽ ഇത് പാടാം. ന്യായാധിപതേ, അങ്ങേക്ക് അനിശം ചേർത്ത കടത്താൽ എൻ തല താഴ്ത്തരുതേ വിധികേഹേ. മോചന യോഗ്യതയില്ലെങ്കിലും എന്നിൽ ഇഴിക്കും നിൻ തിരുമൈ രക്തവും ഓർത്ത് എന്നോട് കരുണ കാണിക്കണമേ എന്ന് ചേർന്ന് പാടാം. ന്യായാധിപതേ, അങ്ങേക്കനിശം ചേർത്ത കടത്താൽ എൻ തല താഴ്ത്തരുതേ വിധികേഹേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമേയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ സ്ലീവാ ഞാൻ കൂപ്പി പിഴ പോകി. നിന്മേരുധിരങ്ങൾ ഹിതമൊടു കരുണ മയനീശോ മമ നൽകുകമുക്തി. നിൻ സ്നേഹാൽ സ്ലീവ ഞാൻ കൂപ്പുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പിഴകളെല്ലാം പോക്കി ആ കുരിശിൽ നിന്ന് ഒഴുകിയിടുന്നതായ രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകും. നിൻ സ്നേഹാൽ സ്ലീവ ഞാൻ കൂപ്പി പിഴ പോക്കി നിന്മേൽ രുധിരങ്ങൾ. മോചിപ്പാൻ യോഗ്യതയൊന്നുമില്ലെങ്കിലും അവൻ തൻ്റെ മുറിക്കപ്പെട്ട ശരീരത്താലും തൻ്റെ ചൊരിയപ്പെട്ടതായ തിരുരക്തത്താലും നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുമെന്ന്. ആകയാൽ ഇന്ന് ന്യായവിധിയെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി, നാം ചിന്തിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ സകല വാക്കുകൾക്കും, ഏത് നിസാര വാക്കിനും ന്യായവിധിയുണ്ട്. രഹസ്യങ്ങൾക്ക് ന്യായവിധിയുണ്ട്, പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. ഇതെല്ലാമായി മനുഷ്യനെയെല്ലാം ദൈവം തൻ്റെ സന്നിധിയിൽ വരുത്തും. അന്ന് തലതാണു പോകാതിരിക്കണമെങ്കിൽ ഇന്നെന്ത് ചെയ്യണം? കുരിശിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, കാൽവറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവുള്ളവർക്ക്
ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ആ കുരിശിൻ്റെ അരികിലേക്ക് വരിക, കാൽവറിയിലേക്ക് വരിക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കാട്ടിൽ ജീവിക്കുന്ന വനവാസികളായ ആളുകൾ, കാട്ടിലാണ് അവർ ജീവിക്കുന്നത്, വനവാസികളാണ്. നല്ല വേനൽ വരുമ്പോൾ കാടെല്ലാം ഉണങ്ങും, എല്ലാം ഉണങ്ങി, ആ പുല്ലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ആ സമയം അവരൊരു കാര്യം ചെയ്യും. അവരൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടം തീയിടും, അവരെ തീ കത്തിക്കും. ആ പരിസരം മുഴുവൻ കത്തും. ആ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നതായ പുല്ലും മരങ്ങളും എല്ലാം മുഴുവനും, ആ പ്രദേശം മുഴുവൻ, ഒരു പ്രദേശം മുഴുവനും അവർ തീയിട്ടങ്ങ് കത്തിക്കും. അതെല്ലാം കഴിഞ്ഞ് മുഴുവൻ കത്തി ചാമ്പലാകും. അത് കഴിഞ്ഞ് അവരുടെ കുടിൽ കൊണ്ടുവന്ന് അതിന് നടുക്ക് കൊണ്ടുവന്ന് അവർ കെട്ടും, അവരവിടെ താമസിക്കും. എന്തിനു വേണ്ടിയാണ്? വീണ്ടും വേനൽ കടുക്കും, കാട്ടുതീ വരും, കാട്ടുതീ വീഴും, കാട് മുഴുവൻ കത്തും. ആ കാട് അവിടെ ഇവിടെയെല്ലാം മുഴുവൻ തീ ആളി കത്തുകയാണ്. ഇവർക്കൊരു പേടിയുമില്ല, ഒരു കുലുക്കവുമില്ല, ഒരു കൂസലുമില്ല. എന്താണ് കാരണം? അവർ പാർക്കുന്ന സ്ഥലം അതിനു മുൻപ് തീ വീണ് കത്തിത്തീർന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കാട് മുഴുവൻ കത്തിയാലും, വനം മുഴുവൻ കാട്ടുതീ കൊണ്ട് കത്തിയാലും ഇവർക്കൊരു പേടിയുമില്ല. കാരണം കത്താനുള്ളതൊന്നുമില്ലാത്തത് കൊണ്ട് അവർ താമസിക്കുന്ന കുടിലിലേക്ക് തീ വരികയില്ല, തീയുടെ ചൂട് പോലും എടുക്കുകയില്ല. കാരണം അവർ പാർക്കുന്നിടം മുഴുവൻ അതിനു മുമ്പ് തീ വീണ് കത്തിയ ഒരു സ്ഥലമാണ്. ഞാൻ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്? ദൈവകോപ തീ വീണ് കത്തിയ ഒരു സ്ഥലമുണ്ട്. മനുഷ്യൻ്റെ പാവങ്ങളെല്ലാം അവന് മേൽ ചുമത്തി, ആ പാവത്തെയെല്ലാം ദൈവകോപ തീ കൊണ്ട് കത്തിയ ഒരു സ്ഥലമുണ്ട്. അത് കാൽവറിയാണ്, അത് യേശുവിൻ്റെ കുരിശാണ്. ഇന്ന് നാം ആയിരിക്കുന്ന ഈ സമയം ആ ദൈവകോപ തീ വീണ് കത്തിയ കുരിശിൻ്റെ വീട്ടിലേക്ക് നടത്തു വന്നാൽ, കാൽവറിയിലേക്ക് നടത്തു വന്നാൽ, ന്യായവിധി തീ കത്തുമ്പോൾ നമുക്ക് കേടുപറ്റുകയില്ല. ഞാൻ തലകളെ അടക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ന്യായവിധിയുടെ തീ വീണ് കത്തിയ ഒരു പർവ്വതമുണ്ട്. ദൈവകോപത്തീയിൽ സ്വന്തം പുത്രൻ വെന്ത് ചാമ്പലായ ഒരു സ്ഥലമുണ്ട്. അത് യേശുവിൻ്റെ കുരിശാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമ്മളെല്ലാവരെയും നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്നു. നിന് സ്നേഹാൽ സ്ലീബ ഞാൻ കൂപ്പി. ഇന്ന് സ്ലീബയുടെ ഇടയിലേക്ക് വരുമോ? കുരിശിൻ്റെ വീട്ടിലേക്ക് വരുമോ? ഇതിനു മുമ്പ് ദൈവകോപത്തി വീണ കത്തിയ കാൽവറിയിലേക്ക് വരുമോ? രക്ഷകൻ്റെ അരിയിലേക്ക് വരുമോ? യേശു ക്രിസ്തുവിൻ്റെ അരിയിലേക്ക് വരുമോ? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവേ, ഞാൻ എൻ്റെ സകല പാവങ്ങളോട് യാത്ര പറയുന്നു. എൻ്റെ സകല പാവങ്ങളോട് യാത്ര പറഞ്ഞ് ഞാനിതാ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഞാനിതാ അവിടുത്തെ പൊന്നുപാദത്തിലേക്ക് ചേർന്ന് വരുന്നു. ഇന്നു മുതൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ വകയായി ജീവിക്കും. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുവിലായി തീരാം. പ്രാർത്ഥിക്കും. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ കൂടിയവനായി സ്തോത്രം. കേൾപ്പിച്ച ജീവൻ്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാം മുഖത്തോട് എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.